പഠിപ്പിച്ചില്ലേ, വ്യഭിചാരം എന്നുള്ളത് നിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്നതാണ്, നിന്റെ ധാർമ്മികതയെ നശിപ്പിക്കുന്നതാണ്, നിന്റെ നിലനിൽപ്പിനെ നശിപ്പിക്കുന്നതാണ്, നിന്റെ ജീവിതത്തിലെ അഖില നിഖില മേഖലകളിൽ വലിയ പ്രയാസങ്ങളെ സൃഷ്ടിക്കുന്നതാണ് വ്യഭിചാരം. അതുകൊണ്ട് അതിലേക്ക് അടുക്കല്ലേ എന്ന 1400 സൽവത്സരങ്ങൾക്കപ്പുറം ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വേണ്ടിയിട്ട് നബിതങ്ങൾ അതും പറഞ്ഞത്. നമ്മൾ ആ തെറ്റിലേക്ക് ചെന്ന് ചാടരുത്. നമ്മുടെ സംസ്കാരം, നമ്മുടെ അഭിമാനത്തിന് കോട്ടം തട്ടരുത്. സൂക്ഷിക്കണം. ജീവിതം അങ്ങനെയാണ്. നബിതങ്ങളെ ഓർമ്മപ്പെടുത്തൽ. ആലോചിച്ച് നോക്കി, നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു പോയ സാഹോദര്യം, സമാധാനം എത്ര മേലാണ്, എത്ര മേലാണ്. നബിതങ്ങൾ പഠിപ്പിച്ചില്ലേ, യതീമായ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച്, അനാഥയായ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ താലോലിക്കരുതെന്ന് പഠിപ്പിച്ചില്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് പഠിപ്പിക്കാൻ കാരണം? എന്താണ് പഠിപ്പിക്കാൻ കാരണം? സമാധാനവുമായി കടന്നു വന്നവരാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാ സാഹോദര്യം പഠിപ്പിച്ചത്. അക്രിം ജാറക വലൗ കാന കാഫിറാ. നിന്റെ അയൽവാസിയായി കിടക്കുന്ന മനുഷ്യൻ, അത് ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ജോർജ് കുട്ടിയാകട്ടെ, അത് അപ്പുക്കുട്ടനാകട്ടെ, ആരുമായി കൊള്ളട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ആരും ആയാലും നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ നീ വയറ നിറച്ച ഭക്ഷണം കഴിച്ചാൽ നീ എന്നിൽപ്പെട്ടവനല്ല എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പഠിപ്പിച്ചു സഹോദര്യം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മുത്തുനബി തങ്ങൾ തൊട്ട് തൊടാതെ പോയ ഒരു മേഖലയുമില്ല.